സംഗതി ഭാരതീയ ജനതാ പാർട്ടി എന്നാണ്. അതിൽ പഴയ കാലത്തെ കുറേ കൊള്ളാവുന്ന അവരുടെ വിശ്വാസങ്ങളിൽ ശരിയായാലും തെറ്റായാലും അതോറിൽ ഉറച്ചു നിൽക്കുന്ന, കുറച്ച് മാന്യമായും ഭേദത്തോടെയും ഒക്കെ സംസാരിക്കുന്ന കുറേ ആളുകളുണ്ട്. അവരതിൻ്റെ ആ മിതത്വം, ആ മര്യാദ അതൊക്കെ പാലിച്ചു പോകുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ പുതിയ കാലത്തിൻ്റെ സാധ്യതകൾ തേടി കുറേ സാധനങ്ങൾ അതിലേക്കെത്തി. ആ സാധനങ്ങൾ യഥാർത്ഥത്തിൽ ഈ പറയുന്ന കേരള സമൂഹത്തിൽ BJPക്ക് ഒരു ബാധ്യതയാണ്. ഉത്തരേന്ത്യയിലൊക്കെ കൊണ്ടുപോയ ചിലവായിരിക്കും, പക്ഷേ ഇവിടെ ഇതെല്ലാം എടുക്കാച്ചരക്കാണ്. കുറച്ച് നാളായി പൂട്ടിയിട്ടിരുന്ന ഒരു ബാത്റൂമായിരുന്നു പൂഞ്ഞാറ്റിലേത്. എന്നാൽ ഇപ്പോൾ അത് വീണ്ടും തുറന്നു. അവിടെ സ്ഥാനാർത്ഥിയാകാൻ പോകുന്നെന്നോ, ഷോൺ ജോർജ് പാലായിലും PC ജോർജ് പൂഞ്ഞാറിലും ഒക്കെ സ്ഥാനാർത്ഥിയാകാൻ പോകുന്നു എന്ന വാർത്ത വന്നപ്പോൾ ഇപ്പോൾ ആ കക്കൂസ് വീണ്ടും തുറന്നു വെച്ചു. അതിൽ നിന്ന് ദുർഗന്ധം വമിച്ചു തുടങ്ങി. ആദ്യം തന്നെ കയറി പിടിച്ചിരിക്കുന്നത് രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെയാണ്. മഹാത്മാഗാന്ധി ഒരു ചുക്കും ചുണ്ണാമ്പും ചെയ്തിട്ടല്ല ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതെന്നാണ് പ്രശസ്ത ചരിത്രാധ്യാപകനും ഇപ്പോൾ അധികാരമൊക്കെ പോയി ഒരുതരം അലഞ്ഞു തിരിയുന്ന അവസ്ഥയിൽ എവിടെയെങ്കിലും അന്തി ഉറങ്ങാനൊരിടം തേടി BJPയിലെത്തിയ PC ജോർജ് പറയുന്നത്. അതും കേരളത്തിലിരുന്നുകൊണ്ട്. പള്ളിക്കുടത്തിൽ പോയി പഠിച്ച ഒരുപാട് പിള്ളേർ നമ്മുടെ നാട്ടിലുള്ള ഈ കേരളത്തിലിരുന്നു കൊണ്ടാണ് PC-യുടെ ഈ തട്ട് തീർന്നില്ല. അദ്ദേഹം ഒരു തട്ടുകൂടി തട്ടി. അത് വേറൊന്നുമല്ല, മഹാത്മാഗാന്ധിജിയെ ആക്ഷേപിച്ചുകൊണ്ട് 2 പെൺകുട്ടികളുടെ തോളിൽ കൈയിട്ട് നടന്നു. അതിനപ്പുറത്തേക്കൊരു ചുക്കും ചെയ്തില്ല. ഇതാണ് PC ജോർജിൻ്റെ കമൻറ്റ്. ഇതേ PC ജോർജാണ് ഈ പറയുന്ന പ്രത്യയശാസ്ത്രങ്ങളെ വിലയിരുത്തുന്നതും ഇസ്ലാമത വിശ്വാസത്തെക്കുറിച്ച് പറയുന്നതും തീവ്രവാദത്തെക്കുറിച്ച് പറയുന്നതും എല്ലാം. BJPയുടെ ഒരു ഗതികേടാണ് ഞാൻ ആലോചിക്കുന്നത്. എന്നുവെച്ചാൽ അവർക്കെന്തായാലും കേരളം ഭരിക്കുക എന്ന് പറയുന്നത്, അതിനി ഈ വല്ല സുനാമി വല്ലതും വന്ന് ഇത് മുഴുവൻ അങ്ങ് ഒലിച്ച് ഒരാൾ പോലും ഇല്ലാതെ പോയ ശേഷം വല്ല ഉത്തരേന്ത്യ എന്നെങ്ങാനും കുറച്ച് ആളുകളെ ഓടിച്ചോരിക്ക് കൊണ്ടുവന്നതുപോലെ ഇവിടെ കൊണ്ടുവന്ന് ചേർത്ത് വേണം അത് സാധ്യമാക്കാൻ. അങ്ങനെയുള്ള കേരളത്തിൽ ഇതുപോലൊക്കെ ഒരു സംഗതിയെ ഇറക്കി ഈ ദുർഗന്ധം ചുമക്കേണ്ട വല്ല കാര്യമുണ്ടോ? മഹാത്മാഗാന്ധി ഒന്നും ചെയ്തില്ല. ഈ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വാങ്ങിച്ചു കൊടുത്തതും അത്തരം കാര്യങ്ങളൊക്കെ ചെയ്തത്, സത്യം പറഞ്ഞാൽ ഈ നോമ്പ് മാസവുമായി എങ്ങനെ പറയണം എന്നെനിക്കറിയില്ല. പ്രിയപ്പെട്ട BJP പാർട്ടിയിലെ പ്രവർത്തകരെ, നിങ്ങൾക്ക് ഈ പറയുന്ന പൂഞ്ഞാറിലൊന്നും നിർത്തിയാൽ വെള്ളം കൂടി വിൽക്കത്തില്ല എന്ന് നിങ്ങൾക്ക് നന്നായിട്ടറിയാം. ഒരു പഞ്ചായത്ത് ഇലക്ഷന് പോലും വാർഡിലോ പഞ്ചായത്തിലോ പോലും മത്സരിക്കാൻ മെനക്കെടാതിരുന്ന ഈ ആളുകളെയൊക്കെ പിടിച്ച് ഇനിയും പൂഞ്ഞാറിലിറക്കി എന്തോ ഞാറ് പറിക്കാനാണെന്ന് എനിക്കൊട്ടും മനസ്സിലാവുന്നില്ല. ഏതായാലും ഇനി വരും ദിവസങ്ങളിൽ ഈ മനുഷ്യൻ്റെ അംഗം കുറേ കേൾക്കാം. കുറേ ഇതുപോലുള്ള ഈ അശുദ്ധവാതകം കുറേ ഇങ്ങനെ അന്തരീക്ഷത്തിലേക്ക് വിക്ഷേപിച്ചുകൊണ്ടിരിക്കും. ഇതിപ്പോൾ രാഷ്ട്രപിതാവിനെ തൊട്ട് തന്നെ തുടങ്ങിയത്. ഈ PC അവിടുത്തെ ഏതെങ്കിലും ഒരു അംഗൻവാടിയിൽ പോയി കുട്ടികളോട് രാഷ്ട്രപിതാവ് ആരാണ് എന്നൊന്ന് ചോദിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നേനെ. പിന്നെ പെൺകുട്ടികൾ തോളിൽ കൈയിട്ട് നടക്കുന്നതൊക്കെയാണ് ഇപ്പോഴും രാഷ്ട്രപിതാവിനെക്കുറിച്ച് ഓർക്കുമ്പോൾ സാക്ഷാൽ PC-ക്ക് ഓർമ്മ വരുന്നത്. വാർദ്ധക്യകാലത്ത് അങ്ങനെയും ഓരോ ചിന്തകൾ. ചക്കര മോളെ